ഹായ് ഹലോ കൂട്ടുകാരെ, ഈ മലമ്പുഴയിൽ വന്നിട്ടേ രാമശ്ശേരി ഇഡ്ഡലിയും കഴിച്ച് മലമ്പുഴ ഗാർഡനും മാത്രം കണ്ടാൽ മതിയോ? ഇനി എന്തെല്ലാം പാലക്കാടൻ കാഴ്ചകൾ. വെട്ടം, മേഘം തുടങ്ങിയ സിനിമകളിലെ പ്രസിദ്ധമായ മുതലമട റെയിൽവേ സ്റ്റേഷൻ കാണാം. പിന്നെ ചെല്ലൻ ചേട്ടന്റെ ചായക്കടയിൽ പോയി ഒരു ചായയും കുടിച്ച് പെരിങ്ങോട്ടുശ്ശേരിയുടെയും കൊല്ലങ്കോടിന്റെയും ഗ്രാമീണ ഭംഗിയും വയലേലകളും കാണണ്ടേ? അവസാനം അയ്യപ്പൻ നായരുടെ കടയിൽ നിന്ന് ഒരു ഊണും കൂടെ കഴിച്ചാലേ ഏകദേശമാകും. ഇനിയുമുണ്ട് കാഴ്ചകൾ. ഹൃദയം സിനിമയിലെ ക്ഷേത്രവും പല പല കാഴ്ചകളും എത്രയൊക്കെ കണ്ടു തീർക്കാൻ പറ്റുമോ ആവും. എല്ലാരും മടിപിടിച്ചിരിക്കാതെ വേഗം വരൂ, ഞാൻ റെഡിയാകാൻ പോവുകയാണേ. മുതലമട റെയിൽവേ സ്റ്റേഷൻ തന്നെ പോയി കാണാം. ആടുജീവിതം, വെട്ടം, മേഘം തുടങ്ങിയ സിനിമകളിലെല്ലാം ഈ റെയിൽവേ സ്റ്റേഷനുണ്ട്. പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രമേ ഇവിടെ സ്റ്റോപ്പ് ഉള്ളെന്ന് തോന്നുന്നു. മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല വൃത്തിയും ഭംഗിയുമുള്ള സ്റ്റേഷൻ. ദേ മുകളിൽ ഒരു കെട്ടിടം കണ്ടോ? റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ്. അത് ഹൃദയം സിനിമയിലെ ക്ഷേത്രമാണെന്നും പറയുന്നു. എന്തായാലും നല്ല മഴയായതുകൊണ്ട് ഞങ്ങൾ മലമുകളിലേക്കൊന്നും പോയില്ല. ഇത് ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ നല്ല മഴ പെയ്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ അടുത്തു പോയിയൊക്കെ കാണിച്ചു തരാം. വെട്ടം, ആടുജീവിതം എന്നുള്ള സിനിമകളിലൊക്കെ ദേ ആ ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്നാണ് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. ഞാനേ എൻ്റെ സെൽഫി സ്റ്റിക്കൊക്കെ എടുത്തൊരു പരീക്ഷണം നടത്തി നോക്കിയതായിരുന്നു. ഒരുവിധം ഫലിച്ചു അല്ലേ. ഞങ്ങൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ആള് പറയുകയാണ്, ആൽമരത്തിന്റെ വേരിലൊന്നും പിടിച്ച് തൂങ്ങരുതെന്ന്. ഞങ്ങളെ കണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ്, ഇന്നാളൊരു 60 വയസ്സ് കഴിഞ്ഞ ആള് വന്ന് ആ വേരിൽ തൂങ്ങി നടുവും തല്ലി താഴെ വീണുവെന്ന്. ശക്തമായ മഴയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സമയം ചെലവഴിച്ചത്. ഏകദേശം 9:30 ഒരു ട്രെയിൻ ഇതുവഴി കടന്നു പോകുമെന്ന് പറഞ്ഞു. ദേ അതും കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇതൊരു എക്സ്പ്രസ് ട്രെയിനാണ്, അതിനിവിടെ സ്റ്റോപ്പില്ല. അങ്ങനെ സിനിമയിൽ കണ്ട ആ മനോഹരമായ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ നമുക്ക് സാധിച്ചു. അടുത്തത് പെരിങ്ങോട്ടുശ്ശേരിയിലേക്കാണ്. അവിടെ നെൽക്കളവും വയലേലകളും ഒക്കെ ധാരാളമായിട്ടുണ്ട്. നല്ല ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. പോകുന്ന വഴിയിലെ കാഴ്ചകൾ നോക്കൂ. നിറയെ തെങ്ങും പാടവും അകലെ മലയും നല്ല മഴയും പെയ്യുന്നത് കൊണ്ടാണോ എന്തൊരു ഭംഗിയാണ് കാണാൻ. ഹരിതാഭയും പച്ചപ്പും എന്നൊക്കെയാണോ പറയേണ്ടത്, എനിക്കറിയില്ല പറയാൻ. എന്തായാലും നല്ല ഭംഗിയുള്ള രസമുള്ള കാഴ്ചകൾ. ഈ നല്ല മയിലിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. മയിലിനെ കാണാൻ വണ്ടി നിർത്തുമ്പോഴേക്കും അത് ഓടിക്കളയും. ഫോട്ടോ ഒന്നും എടുക്കാനും സാധിച്ചില്ല. നല്ല മഴയും തണുപ്പുമൊക്കെ അല്ലേ. പെരുങ്ങോട്ടുശ്ശേരിയിലേക്ക് തിരിയുന്ന ആ ജംഗ്ഷനിൽ തന്നെ നമ്മുടെ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയുണ്ട്. നല്ല ചൂട് പരിപ്പോടയും ചായയും ഒക്കെ അവിടെ കിട്ടും. എത്ര പേരാണ് കാലത്തെ അവിടെ വന്നിരിക്കുന്നത്, എത്ര വണ്ടികളാണ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. കുനിഞ്ഞു മാത്രമേ നമുക്ക് ആ കടയിലേക്ക് കയറാൻ സാധിക്കൂ. പക്ഷെ അവിടുത്തെ ചായയും പരിപ്പോടയും സൂപ്പറാട്ടോ. പശ്ചിമഘട്ടം മലനിരകളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. നീർച്ചാലുകളായി അവിടുന്ന് അരുവികൾ ഒഴുകി വരുന്നത് കണ്ടോ? പെരിങ്ങോട്ടുശ്ശേരിയിലുള്ള കുറച്ച് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണിത്. മാവിൻ തോപ്പും തെങ്ങിൻ തോപ്പും നെൽവയലുകളും അവിടെ ഉണ്ടാകുന്ന നെല്ല് ഉണക്കുന്നതിനും ശേഖരിക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള കളങ്ങളും നെൽപ്പുരകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മനോഹരമായ പ്രദേശം. അവരുടേതായ ഒരു ബോർഡും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഒന്നും ഞാൻ പറയാതെ വെറുതെ ഈ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുമെന്ന് തോന്നുന്നു, വാക്കുകൾക്കപ്പുറം. എന്താ ഭംഗി. ഈ പാടവും മലനിരകളും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ മലയാള തമിഴ് സിനിമാ രംഗങ്ങളിൽ. അപ്പം നമുക്കും തോന്നി കുറച്ച് പാട്ടും ആട്ടവുമൊക്കെ ആകാമെന്ന്. ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് പറ്റാവുന്ന അത്ര ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. ഇനി കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കൊല്ലങ്കോടായി, പിന്നെ പറയുകയും വേണ്ട. ഏക്കർ കണക്കിന് പാടശേഖരം, അതിൻ്റെ നടുക്കായി നമുക്ക് വിശ്രമിക്കുന്നതിനുള്ള ചെറിയ കൂടാരങ്ങളും ആർച്ചുകളും ഫോട്ടോ ഫ്രെയിമുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പലരും ഓണം ഷൂട്ടിംഗ് ഒക്കെ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. കൂടാതെ കല്യാണ പാർട്ടികളും സേവ് ദ ഡേറ്റും ആകെ ബഹളമയം. നല്ല മഴയുള്ള ദിവസമായിരുന്നു. മഴയൊന്ന് മാറുമ്പോഴേക്കും നല്ല വെയിലുമായി തുടങ്ങി. പ്രത്യേകിച്ച് പാലക്കാട് മഴയില്ലാത്ത സീസണിൽ ചൂടിൻ്റെ സമയവുമാണല്ലോ. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഏകദേശം ഇവിടെ അവസാനിച്ചു. പിന്നെ പറഞ്ഞു കേട്ടതനുസരിച്ച് അയ്യപ്പൻസ് ഹോംലി മീൽസിൽ കയറി ഒരു ഉച്ചഭക്ഷണവും കഴിച്ചു. നല്ല വിശാലമായ ഊണും സ്പെഷ്യലായി ചിക്കനും ബീഫും മീനും എല്ലാം ഉണ്ടായിരുന്നു.
5 പേർക്ക് ആകെ 420 രൂപ. ഇതൊക്കെ നമ്മളിൽ പലരും കണ്ട കാഴ്ചകളായിരിക്കാം. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഈ ഭംഗിയൊന്ന് തീർച്ചയായും കാണുക തന്നെ വേണേ. ഈ പാലക്കാടൻ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.